കുറേ രാഷ്ട്രീയ വിവാദങ്ങൾ ഇടയ്ക്ക് വന്നപ്പോൾ UDF, ജമാഅത്തെ ഇസ്ലാമി, ഡീൽ തുടങ്ങിയ ആരോപണങ്ങൾ അവിടെ ഉന്നയിക്കപ്പെട്ടു. ഇന്നലെ ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ കണ്ടു, അതുപോലെ തന്നെ AK ബാലനെ കണ്ടു. അപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. AK ബാലൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തേക്ക് മാറ്റി അവിടെ ഷാജിയെ മത്സരിപ്പിച്ചത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെയാണ്. അതൊക്കെ വെറുതെ ആരോപണം മാത്രമാണ്. വേങ്ങര എല്ലാവർക്കും അറിയാവുന്ന ഒരു മണ്ഡലമാണല്ലോ. നിങ്ങൾ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കൊക്കെ നല്ലോണം അറിയാവുന്ന മണ്ഡലം. അവിടെ ഒരു ഡീലിൻ്റെ ആവശ്യമില്ല. അവിടെ നേരിട്ട് തന്നെ വോട്ട് ചോദിച്ച് മത്സരരംഗത്ത് ഇറങ്ങിയാൽ വലിയ വിജയം UDFന് എപ്പോഴും ഉണ്ടാവും. UDFിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രമാണ് വേങ്ങര. വേങ്ങരയിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു അവിശ്വാസ്യത നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അല്ല, അങ്ങനെയല്ല. ജമാഅത്ത് ഇസ്ലാമി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഷാജിയെ ഭയങ്കര മത്സരിപ്പിച്ചത്. അതുപോലെ വേറൊരു നേതാവ് പറഞ്ഞത് ഫാത്തിമ തെഹ്ലിയെ പേരാമ്പ്രയിൽ മത്സരിപ്പിച്ചത് ജമാഅത്തിന്റെ നോമിനിയായിട്ടാണെന്നൊക്കെയാണ്. മുസ്ലിം ലീഗിന് ആരുടെയും ഉപദേശം തരേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് അതിൻ്റെ പരമ്പരാഗതമായി അത് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ ആദർശം അതൊക്കെ മുൻനിർത്തിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥീകരണമൊക്കെ വെച്ചിട്ടല്ല. മറ്റാരുടെയും ഉപദേശമോ മറ്റാരുടെയും നിർദ്ദേശങ്ങളൊന്നും അതിൽ ഞങ്ങൾ പാലിച്ചിട്ടില്ല. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ പറയായിരുന്നു, സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു വലിയ വിഷയങ്ങളൊന്നും നിറഞ്ഞിരുന്നില്ല. ആകെ ഒരു വിഷയമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് ഈ ഡീൽ 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 ഈ ഒരു വാക്കാണ് പലയിടത്തും. അത് പരസ്പരം ഈ കോമ്പിനേഷൻ മാറി മാറി വരും. BJP LDF എന്ന് പറയുന്നു, BJP UDF എന്ന് പറയുന്നു. പല ഡീൽ ആരോപണങ്ങളാണ് വരുന്നത്. അത് അങ്ങനെ ഒരു ഡീൽ ആരോപണം അത് വരാണ്ടായ ഒരു സാഹചര്യം എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അതിപ്പോൾ ഡീലിപ്പോൾ നമുക്ക് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ VD സതീശനും അതുപോലെ തന്നെ ചെന്നിത്തലയൊക്കെ ആ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്. അവർ എല്ലാ രാഷ്ട്രീയമായിട്ട് കുറേ കാലമായിട്ട് പരിചയസമ്പത്ത് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ വ്യക്തമായ ചില കണക്ക് കൂട്ടലുകളനുസരിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അത് ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. പക്ഷെ ലീഗ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല, ശ്രദ്ധിച്ചോ? അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ അഭിപ്രായ പ്രകടനം നല്ല പൊതുവെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും ഉന്നയിച്ച് കണ്ടില്ല. ഇപ്പൊ ഡീല് അത് കോൺഗ്രസ് ആണ് ആരോപിച്ചത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് ലീഗ് മുന്നോട്ട് വരാത്ത എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ ആരോപണമുണ്ടല്ലോ. ഞങ്ങൾ ഭരണത്തിന്റെ വീഴ്ചകൾ ഞങ്ങൾ നിരന്തരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതന്നെ അത് രാഷ്ട്രീയമായിട്ട് തന്നെ കണ്ടാൽ മതിയല്ലോ. അതല്ലാതെ മറ്റ് ആരോപണങ്ങളൊന്നും ഉന്നയിച്ച് അതിനൊന്നും സമയം കളയേണ്ടതാണോ? അല്ല, ഞങ്ങളിപ്പോൾ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. VD സതീശൻ ചെയ്യുമ്പോഴും നമ്മൾ അതിനോടൊപ്പം നിൽക്കാറാണല്ലോ പതിവ്. UDFന്റെ ഒരു അഭിപ്രായമാണല്ലോ. അപ്പോൾ ആ നിലക്ക് ലീഗും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ ഡീൽ ആരോപണം എന്നുള്ളത് VD സതീശന്റെയും കോൺഗ്രസിന്റെയും മാത്രം ആരോപണമാണ്. ലീഗ് അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ലീഗിന് അങ്ങനെ ഒരു ആരോപണം ഇല്ല. അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മുന്നണി അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ മുന്നണിയുടെ അഭിപ്രായം എല്ലാ ഘടകകക്ഷികൾക്കും അഭിപ്രായം തന്നെ ഉണ്ടാവും. അത് ആലോചിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണ്. ഒരു സംശയമാണ്, ഇത് കുറെ കാലമായിട്ടുള്ള സംശയം. നമ്മൾ ഈ കോളേജുകളിലൊക്കെ ഒരൊറ്റ പാർട്ടി ഭയങ്കര ഡോമിനന്റ് ആണെങ്കിൽ പിന്നെ അവിടെ ജനാധിപത്യത്തിന് വളരെ സാധ്യത കുറവായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനൊന്നും പറ്റില്ല. ഈ ലീഗ് മലപ്പുറത്ത് ഇങ്ങനെ ഇത്രയും വർഷമായി ലീഗിൻ്റെ ഒരു കോട്ട എന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ സ്ഥാനാർത്ഥികൾ പുതിയ ആൾക്കാർ വരും, അല്ലെങ്കിൽ MLA വരും. ഇവർക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും. പാർട്ടി എങ്ങനെയാണ് ഇവരെയൊക്കെ എപ്പോഴും ഒരു ഇവരെന്താ ചെയ്യുന്നത്, ഇവരെത്രത്തോളം പ്രവർത്തിക്കുന്നത്, അങ്ങനെ ഒരു സർവൈലൻസ് ഈ സ്ഥാനാർത്ഥികളുടെ മേലിലല്ല MLA മേലിലുണ്ടോ? ഇവരെന്ത് ചെയ്താലും ഇല്ലെങ്കിലും ജയിക്കുന്നൊരു ഓവർ കോൺഫിഡൻസ് അവർക്ക് വരാതിരിക്കാൻ എന്താ ചെയ്യാറുള്ളത്? അത് മലപ്പുറത്ത് നിങ്ങൾക്കൊന്ന് ചുറ്റി സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മലപ്പുറം എപ്പോഴും UDF ജയിക്കുന്ന മണ്ഡലങ്ങൾ ചുറ്റി സഞ്ചരിച്ചാൽ അവിടെ MLA ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഒരു MLAയും വിശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ആ മണ്ഡലത്തിൽ എന്താണ് ആവശ്യം ആ കാര്യം. ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷ MLA ആണല്ലോ, MLA ഇപ്പോൾ ഉള്ളത്. പക്ഷെ എന്നാലും എങ്ങനെയെല്ലാം ആ മണ്ഡലങ്ങളിൽ വികസനം കൊണ്ടുവരാൻ പറ്റുമോ ആ നിലക്ക് MLA കിട്ടാവുന്ന മേഖലകളിൽ നിന്നൊക്കെ ഫണ്ട് ശേഖരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിജയമാണുള്ളത്. ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു മണ്ഡലത്തിൽ ഒരു മരണം സംഭവിച്ച ആദ്യം വിളിക്കുന്ന MLA ആണ്. അപ്പോൾ ഈ MLA തമാശ പറയാറുണ്ട്. സാധാരണ ആരെങ്കിലും മരിച്ചാൽ ഖബർ കുഴിക്കാനുള്ള ആളെയാണ് ക്ഷണിക്കാറുള്ളത്, അന്വേഷിക്കാറുള്ളത്. ഇതിപ്പോൾ ഞങ്ങളെയാണ് ആദ്യം വിളിക്കാമെന്ന് പറയും. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങളുമായിട്ടൊരു ബന്ധമാണ്. ആ ഒരു
ഒരു നല്ല സ്നേഹബന്ധവും ഒരു സൗഹൃദ ബന്ധവും കാത്തു സൂക്ഷിക്കുവാൻ MLA-മാർക്കും സാധാരണക്കാർക്കും കഴിയുന്നുണ്ട്. അതിൻ്റെ വിജയമാണ്. അപ്പോൾ പാർട്ടി അത് മനസ്സിലാക്കുന്നു. പാർട്ടിക്ക് ഇവർ റിപ്പോർട്ട് നൽകാറുണ്ട്. പാർട്ടിയുടെ മീറ്റിങ്ങുകളൊക്കെ തന്നെ അവർ ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടും. അവരതിന് വ്യക്തമായ രീതിയിൽ മറുപടി ഞങ്ങൾക്ക് നൽകാറുമുണ്ട്. അപ്പോൾ ആ ഒരു അതിൻ്റെ വിജയമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്.